ഒരു സെല്ല് കിട്ടിയാൽ മതി, അതിനകത്ത് DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ DNA നമ്മുടെ എൻ്റെ ഇൻഫർമേഷൻ കോഡഡ് ആണല്ലോ. ഇപ്പം നമ്മൾ ജനിച്ച സമയത്ത് നമ്മളൊരു സെല്ലാണ്. നമ്മളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ ഒരു സെല്ലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിങ്ങനെ ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തുണ്ടായതാണ്. ആ സെല്ലിനകത്ത് 23 പേർ ക്രോമസോംസ്, ഈ ക്രോമസോമിനകത്ത് DNA അത് ജീൻ. ഈ ജീൻ എന്ന് പറയുന്ന ഇൻഫർമേഷനാണ്. എങ്ങനെ ഉണ്ടാവണം, അപർണയുടെ ഹെയർ എങ്ങനെ ആയിരിക്കണം, മൂക്ക് എങ്ങനെ ആയിരിക്കണം, സ്കിന്നിൻ്റെ കളർ, എല്ലാ ഇൻഫർമേഷനും അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്ന അസുഖങ്ങളുടെ ഇൻഫർമേഷൻ ഉണ്ട്. 8000 ജനറേഷൻ്റെ ഇൻഫർമേഷൻ കിടക്കും. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചിലതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യും, ചിലത് എക്സ്പ്രസ് ചെയ്യില്ല. ഇതാണ് ചില ആൾക്കാർ പറയും അവളുടെ ഷേപ്പ് അവളുടെ മുത്തശ്ശിയുടെ ഷേപ്പാണ്, അമ്മയുടെ ആയിരിക്കില്ല, മുത്തശ്ശിയുടെ ആയിരിക്കും. അത് വരാനുള്ള റീസൺ ഈ ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് വരുന്ന പല അസുഖങ്ങളും നമ്മളുടെ ഒരു ജനറേഷൻ മുമ്പുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പക്ഷേ ഇൻഫർമേഷൻ ഉണ്ട് അവിടെ. ഇത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം എന്നുണ്ട്. 2003